കത്തിച്ചു. പിന്നെ എന്തിനാ ഒരു കട തുടങ്ങിയിരിക്കണേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു പ്രാങ്ക് കൊടുത്തതാണ് കേട്ടോ ലച്ചുനും റിച്ചുനും. അവർ കുറേ ആയിട്ട് പറയുന്നു എന്നോട് മുടി കളർ ചെയ്ത് കൊടുക്കണമെന്ന്. ഞാൻ അനുവിൻ്റെയൊക്കെ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കു അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം, സ്ട്രീക്സിൻ്റെ സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ കളർ ചെയ്ത് തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാങ്ക് ചെയ്തു. അതിന് ശേഷം ചെയ്ത് കൊടുത്തപ്പോൾ അതിലും വലിയൊരു പ്രാങ്ക് ആയിപ്പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിക്കൊന്നും കളർ ചെയ്തില്ല, ബുർക്കിടുന്ന ആളല്ലേ അതാദ്യമോ കുട്ടികൾക്ക് കളർ കൊടുക്കാതേണ്ടല്ലോ. എനിക്ക് എത്ര വയസ്സായി? 10 വയസ്സിന് താഴെ കുട്ടിയാ കൊടുക്കരുതേ ആദ്യമേ. എന്താ ചെയ്യാ, ബൽക്കെന്നെ അടിക്കണില്ല. അത് 10 വയസ്സിന് താഴെ കുട്ടിയാക്ക് അടിക്കരുതെന്നാണ്. കടിക്ക അത് നാനൂക്ക് അടിച്ചു കൊടുക്കാം. അനൂക്കല്ലേ 10 വയസ്സ് വഹിക്കണത്. നിങ്ങൾക്കൊന്നും 10 വയസ്സായിട്ടില്ല. എനിക്ക് 8 വയസ്സായിട്ടുള്ളല്ലോ. ദിമ 10 വയസ്സാവണം എന്നാണ്. ഇനി എന്താട്ടിയാ ദിമ എഴുതി വെച്ചുകൂടെ? എന്തൊക്കെയൊക്കെ എഴുതി വെച്ചേക്കണ്? ദിമ എഴുതി വെച്ചുക്കണു. നിങ്ങള് തലക്ക് കേടേക്കാരല്ലെങ്കിൽ ഞാൻ പോട്ടെ എന്നാല്. അപ്പൊ അതിമ എഴുതി വെച്ചുക്കണു. ഞാൻ എന്താട്ടാ ആ സാധനം അല്ല, നമുക്കിത് കൊണ്ടുപോകാം. എന്റെ തലയിലുള്ള അടിക്കാൻ പറ്റുമോ? ഇതിമേ എഴുതി വെച്ചുകൂണേ, അയിമ എഴുതി വെച്ചുകൂണേ. ലച്ചൂക്ക് റിച്ചൂക്കൊന്നും പറ്റൂല. ഒരു 5ാം ക്ലാസ്സിൽ എത്തിയിട്ട് അടിച്ചെന്റെ കേട്ടോ. ഇതിപ്പോ എത്രാം ക്ലാസ്സിലാ? 5-ലെത്തട്ടെ. ഇത് ഓളെ തലമുടാനേ. ഇത് കൊണ്ടോട്ടെ, അത് പൊട്ടിക്കണ്ടേ? ഞങ്ങക്ക് കൊണ്ടുപോവാനാണ്, ഞങ്ങക്ക് കൊണ്ടുപോവാനാണ്. ആ കൂടിച്ച് കൊണ്ടുപോയിക്കാം. ഇത് ഞങ്ങള് കൊണ്ടുപോകും. ഡെവലപ്പറും ഇതും വെച്ചിട്ടുണ്ട്. മിക്സ് ആക്ക. കാക്കു ഇനി വീഡിയോ എടുക്കണ്ട. ഇങ്ങോട്ട് വായത്തേക്ക് വായോ. നമ്മളെ തല മുളച്ചിരുന്നതാണ് വേണ്ടത്. ഓഫായി. ഊരണ്ടേ, കഴുകണ്ടേ? കുറച്ച് അൻ്റെത് ഫസ്റ്റ് തേച്ച് പോണേ. സെക്കൻഡ്
പണി പാളിപ്പോയി. കുപ്പായം കാപ്പി കളറായി, മുടി കാപ്പി കളറായില്ല. അത് സാലന് കുളിച്ച പോയിട്ട്. നീ കഴുകിക്കോളി. നീ നമുക്കേ അടുത്ത പ്രാവശ്യം റെഡിയാക്കാം കേട്ടോ. ഇത് നമ്മളെ പറ്റിച്ചു കേസ് പറ്റിച്ചു. നല്ലൊരു മഴ. ആ സിൽവർ ഫോയിൽ കാപ്പി ആക്കിക്കണം. പറ്റിച്ചു. പിന്നെ എന്തിനാ ഒരു കട വാങ്ങിക്കണേ വെറുതെ? നാളെ തിരാവാന്റെ പൈസയും പോയി. വെറുതെ പൈസ ആദ്യം ഓരോ കളർ അടിച്ചാൽ മതി. അങ്ങനെ മറ്റല്ലേ ഇപ്പൊ കാണിച്ചു തരിക. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? ചെറിയൊരു റോസ് ഉണ്ട്. ഇവിടെ എണ്ണ ഞാൻ കഴുകട്ടെ. അമ്മച്ചി കഴുകിത്തരും ഷാമ്പൂ ഇട്ടിട്ട്. വേണ്ട, എന്ത് ഇതാള് മുടിമ ബ്രൗണ്. നല്ലതും ഉണ്ടാവും അങ്ങനെ കേട്ടോ. കളറ് നല്ല പുതിയ ചേച്ചി പിന്നെ സാറില്ല. അങ്ങോട്ട് കഴുകി തരാം. ഇതൊണ്ടൊക്കെ തേച്ചൂടെ? ഇത് കളയേ, തലമത്തെ കളഞ്ഞാളാ. അത് ഷാമ്പു അല്ല, കണ്ടീഷണറാ. ഇന്ന് ഷാമ്പു വെച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് ഞാൻ വരുമ്പോ കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ എവിടുന്നാ കിട്ടണ? കട തുറക്കൊന്നും വേണ്ട, ഇന്ന് സൺഡേ അല്ലേ. പെയിന്റ് എടുത്തോണ്ടിര, ഞാൻ തേച്ചരാ. അതിനാദ്യം കഴുകിയിട്ട് വായോ. ഏട്ടാ എങ്ങനെയുണ്ട്? ആ ഒക്കെ കഴുകിക്കാ, മേത്ത് കൂടെ കഴിക്കണോ? അപ്പോൾ ഇതാട്ടോ സംഭവം ഉണ്ടായത്. ശരിക്കും ഞങ്ങൾ മൂഞ്ചി പോയി. കാരണം ഞാൻ കാക്കൂന് ഫോട്ടോ അയച്ചു കൊടുത്തത് ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ ആയിരുന്നു. പക്ഷേ ഇവർ ഈ കടക്കാർ കൊടുത്തപ്പോൾ മാറിപ്പോയി. അവർ കൊടുത്തത് 65 രൂപേൻ്റെ വെറും കളറ് മാത്രമാണല്ലേ കൊടുത്തത്. പക്ഷേ ഞാൻ വാങ്ങിയിൽ ബ്ലീച്ച് ചെയ്യണം കൂടെ ഉണ്ടായിരുന്നു. ബ്ലീച്ച് ചെയ്താൽ മാത്രമല്ലേ നമ്മളെ മുടിൻ്റെ കറുപ്പ് കളർ പോയാൽ മാത്രമേ അതിൽ കളർ കൊടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷേ ഇതിൽ വെറും കളറ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ മിക്സ് ആക്കിയപ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തപ്പോൾ 2 വർഷം മുന്നേ ആയിരുന്നു. അപ്പോൾ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ നല്ല ബൂതി വെച്ചിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇതിക്കും വലിയ അക്രമങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം കൂടുതൽ ആഗ്രഹിച്ച് നടക്കില്ല അറിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു കേട്ടോ. ഇവൾ കുറേ ആയിട്ട് പിന്നാലെ നടക്കുകയാണ്, ഒന്ന് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം നിൽക്കാൻ വരുമ്പോൾ എന്തായാലും ഞാൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അതിങ്ങനെ ആയിപ്പോൾ. നെക്സ്റ്റ് ടൈം എന്തായാലും നോക്കി